നമ്മൾ കാണാൻ പോകുന്നത് തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിന്റെ കഥകളാണ്. ഞെട്ടിപ്പിക്കുന്ന നിറം പിടിപ്പിച്ച പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് ഈ തിരുട്ട് ഗ്രാമങ്ങളിൽ സംഭവിക്കുന്നത്, അവിടെയുള്ള ആളുകൾ പറയുന്നത് എന്താണ്, എന്തുകൊണ്ട് പലരും തുടർച്ചയായി പാരമ്പര്യമായി മോഷണത്തിലേക്കൊക്കെ വരുന്നു എന്ന അന്വേഷണമാണ് നമ്മൾ നടത്തിയത്. അടുത്തിടെ കേരളത്തിൽ നടന്ന ചില മോഷണങ്ങളെ തുടർന്നാണ് കുറുവാ സംഘവും തിരുട്ട് ഗ്രാമങ്ങളും ഒക്കെ വീണ്ടും സജീവ ചർച്ചയായത്. തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമങ്ങൾ എങ്ങനെയാണ് എന്ന് നമുക്കെല്ലാം കൗതുകവും ഉണ്ടായി. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ തിരുട്ട് ഗ്രാമമായ തിരുച്ചിറപ്പള്ളിയിലെ രാംജി നഗറിലാണ് മാതൃഭൂമി സംഘം അന്വേഷണവുമായി എത്തിയത്. ആർ അനന്തകൃഷ്ണനും ടി എസ് ഹരികൃഷ്ണയുമാണ് അവിടേക്ക് പോയത്. ആ സാഹസിക യാത്രയും തമിഴ്നാട്ടിലെ കൊള്ളക്കാരുടെ രീതിയും എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് കാണാം. രാജിയിൽ പോയ ആർ അനന്തകൃഷ്ണനും ഒപ്പം ടി എസ് ഹരികൃഷ്ണയും നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ആദ്യം അനന്തനിലേക്ക് പോകാമെന്ന് തോന്നുന്നു. അനന്തൻ, ഒരു തിരുട്ട് ഗ്രാമത്തിലേക്ക് കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും ഒരു പേടിയുണ്ടാകും അല്ലേ? നമ്മുടെ ആരോഗ്യം, പ്രത്യേകിച്ചും നമ്മുടെ ആയുസ്, എങ്ങനെയാണ് അവർ നമ്മളെ കൈകാര്യം ചെയ്യുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൊരു പ്രശ്നമുണ്ടാകും. അത്തരം പേടിയുണ്ടായിരുന്നോ അങ്ങോട്ട് പോകുമ്പോൾ? മാധു, പേടി ഉണ്ടായിരുന്നു. നമ്മൾ ഈ സമീപകാലത്ത് ആലപ്പുഴയും ഒക്കെ ഈ തമിഴ് കള്ളന്മാരുടെ മോഷണ സംഘങ്ങളുടെ കവർച്ചാ വാർത്തകളൊക്കെ വന്ന സമയത്താണ് നമ്മൾ ഈ തിരുട്ട് ഗ്രാമങ്ങളെക്കുറിച്ച് കേൾക്കുന്നതും കുറുവാ സംഘങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുന്നതും. അങ്ങനെയാണ് നമ്മളിവിടെ ഒരു പ്ലാൻ ഉണ്ടാകുന്നത്. തിരുട്ട് ഗ്രാമം എങ്ങനെയാണ് എന്ന് മലയാളികളെ കാണിച്ചു കൊടുക്കാം, അതിനുവേണ്ടി ഒരു യാത്ര പോകാമോ എന്ന് നമ്മളോട് ചോദിക്കുന്നത്, നമ്മളങ്ങനെ തയ്യാറാകുന്നതും. അപ്പോൾ പല തിരുട്ട് ഗ്രാമങ്ങളെക്കുറിച്ചും ഈ തമിഴ്നാട്ടിലെ കൊള്ള സംഘങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഈ രാംജി നഗർ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇന്ത്യ ഒട്ടാകെ ഓടി നടന്ന് മോഷണം നടത്തുന്ന ഒരു ഗ്യാങ് ആണ് തിരുച്ചിറപ്പള്ളിയിലെ രാംജി നഗർ ഗ്യാങ്. അപ്പോൾ ആ സ്ഥലത്തേക്ക് പോവുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. മാത്രമല്ല, അവിടെ ഞങ്ങൾ ഒരുപാട് ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പം ഒരു തരത്തിലും ആ ഗ്രാമത്തിൽ കയറാൻ പറ്റില്ല. തിരുച്ചിറപ്പള്ളി ടൗണിന് തൊട്ട് അടുത്ത് തന്നെയാണ് ഈ ഗ്രാമം ഉള്ളത്. പക്ഷേ ആ ഗ്രാമത്തിനുള്ളിലേക്ക് ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. അവിടേക്ക് പ്രവേശനം അവരുടെ അനുമതിയോടെ കൂടി മാത്രമേ നടക്കൂ എന്ന് അങ്ങനെയാണ് നമ്മളോട് സംസാരിച്ചവരൊക്കെ പറഞ്ഞത്. പിന്നീട് നമ്മൾ ട്രിച്ചിക്ക് പോകുന്നതിന് മുമ്പ് അവിടെയുള്ള പലരുമായിട്ടും അവരുമായി ബന്ധമുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ച് ഒരുവിധം ഒരു ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചത്. മാത്രമല്ല, പോയപ്പോൾ ഈ അനന്തൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കണ്ടതിന് ശേഷം അത് വിശദീകരിക്കുമ്പോൾ കുറെ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് തോന്നുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് തയ്യാറാക്കിയ ദൃശ്യങ്ങളൊന്ന് നമുക്ക് കണ്ടിട്ട് അനന്തനിലേക്ക് എത്താം. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ തിരുട്ട് ഗ്രാമമായ രാംജി നഗറിന്റെ സമീപത്താണ് നമ്മൾ നിൽക്കുന്നത്. അവരുടെ വിശ്വാസം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആ തിരുട്ട് ഗ്രാമത്തിൽ കയറാൻ പറ്റും. അപ്പോൾ അത് സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കവിടെ കയറാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹരികൃഷ്ണൻ ഇപ്പോൾ അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ ചോദിച്ചും പറഞ്ഞുമൊക്കെയാണ് ഇവർ കടന്നുപോയത്. ഈ പലയിടത്തും നമ്മൾ വാർത്തയ്ക്ക് വേണ്ടി പോകുമ്പോൾ ഇപ്പോൾ അത് നെഗറ്റീവായ എന്തെങ്കിലും വാർത്തയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രവർത്തിച്ചിരുന്ന ആളുകളിലേക്കാണ് ആദ്യം എത്തുക. അവർ വഴിയാണ് ആ വാർത്തയിലേക്ക് എത്തുക. അങ്ങനെ ആയിരിക്കുമല്ലേ ഇവിടെയും ഇവരുടെ ഈ വഴി? അതായത് മുൻപ് ഇതൊക്കെ ചെയ്തിരുന്ന ആളുകളും അത്തരം വിവരങ്ങളൊക്കെ നമുക്ക് നൽകുമല്ലോ. അങ്ങനെ പറയുന്ന കൊള്ളക്കാരൊക്കെ അവരുടെ അനുഭവം പലപ്പോഴും പങ്കുവെക്കാറുണ്ട്. അത്തരം അനുഭവങ്ങൾ ഉണ്ടായിരുന്നോ ഹരി നിങ്ങൾക്ക്? ഉണ്ടായിരുന്നു. നമ്മൾ ചെന്ന ആ ദൃശ്യങ്ങൾ കൊത്തമംഗലം എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവിടെ ചെന്ന് നമ്മുടെ ഒരാളെ കണ്ടു. സത്യത്തിൽ നമ്മൾ അവിടെ എത്തിയപ്പോൾ നമ്മൾ കേരള പോലീസ് ആണെന്നാണ് അവർ വിചാരിച്ചത്. മാത്രമല്ല, നമ്മളവിടെ എത്തി അവരെ കണ്ടതിന് ശേഷം നമ്മളവിടെ ചെല്ലുമ്പോൾ ഈ നമ്മളോട് സംസാരിക്കാമെന്ന് ഏറ്റിരുന്ന ആൾ നമ്മൾ കേരള പോലീസ് ആണെന്നും പറഞ്ഞ് ഓടിക്കളഞ്ഞു. പിന്നെ പുള്ളി അവിടെ ചെന്നിട്ട് നമ്മൾ മറ്റൊരാളുമായിട്ട് ബന്ധം സ്ഥാപിച്ച് അതെ ചന്ദ്രശേഖർ എന്നാണ് പേര്. അദ്ദേഹമായിട്ട് നമ്മൾ സംസാരിക്കുകയും ചെയ്തു. 25 വർഷം മുമ്പ് മോഷണം നടത്തിയ ആളാണ് ചന്ദ്രശേഖറുമായിട്ട് സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ മോഷണ രീതികൾ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. ചന്ദ്രശേഖർ മാത്രമല്ല, ഇപ്പോൾ മോഷണം നിർത്തി ഒരു പാല് വിൽക്കുന്ന ആളുമായിട്ട് നമ്മൾ ചായ കച്ചവടം നടക്കുന്ന ആളുമായിട്ട് നമ്മൾ സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പേര് മഹേശ്വർ അല്ലേ? മഹേശ്വർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അങ്ങനെയുള്ള ആളുകളുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റി. അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ ഈ പറയും പോലെ നമ്മൾ ഇവിടെ കേൾക്കും പോലത്തെ കാര്യങ്ങളല്ല അവിടെ പറയുന്നത്. ആളുകൾ ആക്രമിക്കുന്ന ഹൗസ് ബ്രേക്കിംഗ് ഒന്നും ഇല്ല എന്നവർ തീർത്ത് പറയാണ്. അഹിംസാ കൊള്ളക്കാരെന്നാണ് അവർ സ്വയം പറയുന്നത്. മാധു, നമ്മള് ഈ ഒരു ബന്ധം ഉണ്ടാക്കി, എന്നിട്ട് ഞങ്ങൾക്ക് അവിടെ കയറാൻ പറ്റും എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ ഈ കൊത്തമംഗലം, അതായത് രാംജി നഗറിന്റെ തൊട്ട് അടുത്തുള്ള സ്ഥലമാണ്, ആ ജംഗ്ഷനാണ് ഹൈവേയിലെ. അപ്പോൾ അവിടെ എത്തുന്നത്, ഞങ്ങൾ അവിടെ എത്തി ഇവരുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് ഒരു ബ്ലോക്ക് വന്നത്. ആ വിഷ്വൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഒരു വലിയൊരു സംഘം നമ്മുടെ അടുത്തേക്ക് വരികയും നമ്മളോട് വളരെ ഭീഷണിയുടെ സ്വരത്തിൽ ഇതൊന്നും നടക്കില്ല ഇവിടെ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. അതോടുകൂടി നമ്മുടെ പദ്ധതിയൊക്കെ പൊളിഞ്ഞു എന്നാണ് വിചാരിച്ചത്. പിന്നെ
പിറ്റേ ദിവസം നമ്മൾ ചില ഓപ്പറേഷനൊക്കെ നടത്തി അവരുടെ ഗ്രാമമുഖ്യനുമായിട്ട് സംസാരിച്ചു. അങ്ങനെയാണ് നമ്മൾ ആ ക്ഷേത്രത്തിലൊക്കെ പോകുന്നത്. ഇപ്പോൾ ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളുടെ ധാരണ ഒരുപാട് കാര്യങ്ങൾ മാറി. കാരണം രാംജി നഗറിലെ കൊള്ളക്കാരെന്ന് പറഞ്ഞാൽ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള കൊള്ളക്കാരാണ്. ഒരു നൂറ്റാണ്ടുകളായിട്ട് മോഷണം നടത്തുന്നവരാണ് ഇവർ. ബ്രിട്ടീഷുകാരുടെ, അതായത് ബ്രിട്ടീഷ് ഭരണം നടക്കുമ്പോൾ ട്രെയിനുകളിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ടാക്സ് പിരിച്ച പൈസയൊക്കെ ആയിട്ട് പോകുമ്പോൾ അവരുടെ പണപ്പെട്ടി അടിച്ചുകൊണ്ട് മോഷണം തുടങ്ങിയതാണ് ഇവരുടെ പൂർവികർ. അതിനുശേഷം ട്രിച്ചിയിലെ ഒരു രാംജി നഗർ എന്ന് പറയുന്ന ഒരു കോട്ടൺ മില്ലിൽ ജോലിക്ക് വേണ്ടി ഇവരിൽ വലിയൊരു വിഭാഗം എത്തി. പിന്നീട് അവിടെ കേന്ദ്രീകരിച്ചാണ് ഈ ഗ്രാമം വളർന്നത്, ആ കോട്ടൺ ഹിൽ. അതുകൊണ്ടാണ് അവർക്ക് രാംജി നഗർ എന്നുള്ള പേര് കിട്ടിയത്. പിന്നീട് ആ കോട്ടൺ മില്ലൊക്കെ പൂട്ടിപ്പോയി. ഇവർ ഈ കുലത്തൊഴിലായ മോഷണത്തിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്തു. പിന്നെ അങ്ങനെ മുൻ ഈ പറയുന്ന കുലത്തൊഴിൽ മുൻപ് ചെയ്തിരുന്ന ആളുകളുടെ അനുഭവങ്ങൾ കൂടി കേട്ടാണ് ഇവർ പോയത്. അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. ഹൈലി പ്രൊഫഷണലായ കള്ളന്മാരെന്നാണ് അവർ തന്നെ വിശദീകരിച്ചിരിക്കുന്നത്. നമുക്ക് ആ എക്സ് കള്ളന്മാരുടെ അല്ലേ ഒരു പ്രതികരണം ഒന്ന് കാണാം. ഇങ്ങനെ ഒരു നോട്ട്, இங்கே ஒரு நோட்டு, இங்கே ஒரு நோட்டு கிடக்கும். இது உங்களோட பேக்கு, இது உங்களோட பேக். இந்த பேக்கை எடுத்துகிட்டு வந்து வண்டியில் வைக்கிறீங்க, வண்டியில் வச்சிட்றீங்க. வச்ச கையோட இந்த வண்டியில் வச்சிட்றீங்க. வச்சுட்டு வண்டியை ஸ்டார்ட் பண்ணுறீங்க. எக்ஸ்கியூஸ் மீ சார் அப்படின்னு சொல்கிறோம். சொன்னோடனே நீங்கள் என்ன பண்ணுறீங்க? எஸ் எஸ் அப்படின்னோடனே आपका पैसा की नीचे गिरिया அப்படின்னோடனே நீங்கள் என்ன பண்ணுவீங்க? இதை விட்டுருவீங்க. எதை விட்டுருவீங்க? 1 லட்ச ரூபாய் இதில் இருக்கும். இந்த 1 லட்ச ரூபாயை விட்டுட்டு என் காசு தான், என்ன செய்யுங்க, என் காசு தான் அப்படின்னா இன்னொரு ஆள் வரும், சார் இங்கே காசு, என் காசு தான் அப்படின்னு சொல்லி இப்படி எடுத்துக்கிட்டு போய்கிட்டு இருக்கோம். அவங்க எங்கள் காசுக்கு ஆசைப்படுவாங்க. இந்த 13 நோட்டு கீழே கிடக்கு பாருங்க, இப்படிங்க இந்த காசுக்கு அவங்க ஆசைப்படுவாங்க. இந்த 1 லட்ச ரூபா அங்கிட்டு இருந்து பழைய எடுத்துகிட்டு போய்கிட்டே இருப்பான். അങ്ങനെ പലവിധ തന്ത്രങ്ങൾ, ടെക്നിക്കുകളുണ്ട് എന്നാണ് അവർ വിശദീകരിക്കുന്നത്. ആളുകളെ കൊലപ്പെടുത്തിയൊന്നും മോഷണം നടത്താറില്ല, പക്ഷേ പല ടെക്നിക്കുകളിലൂടെ പണം അടിച്ചു മാറ്റാറുണ്ട്. അങ്ങനെ രീതി ഉണ്ടായിരുന്നു. കള്ളന്മാരെന്നാണ്. അതിനിടയ്ക്ക് ഹരി ഒന്ന് പറഞ്ഞിരുന്നു, ഹരിയെ കണ്ടിട്ട് കേരള പോലീസ് ആണെന്ന് വെച്ചത്. ഹരിയുടെ മുഖം കണ്ടിട്ട് പോലീസ് ആണെന്ന് വിചാരിച്ച അവരെ നമുക്കൊന്ന് കാണണം പ്രത്യേകിച്ച്, അല്ലെ? ശരി. ഇതുപോലെ തന്നെ ഈ മുൻ കള്ളന്മാർ മാത്രമല്ല, അവിടേക്ക് ഈ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ലോക്കൽ റിപ്പോർട്ടർമാരൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ വലിയ ചരിത്രം പറയാനുണ്ടാകും. അതായത് ഈ പുറമേക്ക് ഇവരാരും പറയാത്ത കഥകളൊക്കെ അവിടുത്തെ ഈ പ്രാദേശിക ലേഖകന്മാർക്ക് അറിയാൻ പറ്റും. അവിടെ ഒരുപാട് വർഷമായി പണിയെടുക്കുന്ന മാധ്യമപ്രവർത്തകരായ ആളുകൾക്ക് അറിയാൻ പറ്റും. പോലീസ് സ്റ്റേഷനിൽ തന്നെ ദീർഘകാലമായി അവിടെ ജോലി ചെയ്യുന്ന റൈറ്റർമാർ അടക്കമുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. അത്തരം ആളുകളുടെ പ്രതികരണം കൂടി കണ്ട ശേഷം അതിന്റെ വിശേഷങ്ങൾ നമുക്ക് ഇവരിലേക്ക് പോകാം. One interesting incident is there. A multinational company, ஒரு பெரிய சாஃப்ட்வேர் கம்பெனி, மைக்ரோசாஃப்ட், ஐ திங்க், எஸ் மைக்ரோசாஃப்ட். அந்த நிறுவனத்தினுடைய தலைவர் அப்போ இருந்த சிஎம் ஜெயலலிதாவுக்கு அந்த சுனாமிக்கு ஒரு நன்கொடை கொடுக்க போகிறாரு. நன்கொடை கொடுக்க போகும்போது அவங்கள்ட்ட கொடுக்குறாரு. கொடுத்துட்டு இந்த மாதிரிமா சொல்லிட்டு பேசிகிட்டு இருக்க ஒரு கேஷுவல் ஒரு கேஷுவல் டிஸ்கஷனில் என்ன பண்ணார், ஒரு பெரிய பல்க் அமௌண்ட்டை கொடுக்குறாரு. கொடுத்துட்டு ஒரு கேஷுவல் டிஸ்கஷனில் என்ன சொல்கிறாரு, நான் வந்து பாம்பேயில் எனக்கு ஒரு சின்ன இன்சிடென்ட் ஆகிப்போச்சு. என்னோடய சூட்கேஸ், ப்ரீஃப் கேஸை கார்லேருந்து திருட்டிட்டு போயிட்டாங்க. நான் என்கொயர்டு, அது வந்து உங்கள் தமிழ்நாட்டில் திருச்சியில் இருக்கிற ராம்ஜி நகர் ஆட்கள் தான் அதை எடுத்துகிட்டு போயிட்டாங்கன்னு சொன்னாங்க. அதில் ஒரு லேப்டாப் போச்சு, ஓகே, டாலர்ஸ் போச்சு, ஓகே, பட் மை க்ரீன் கார்டு அண்ட் அதர் வேலிட் டாக்குமெண்ட்ஸ் ஆர் தேர். If yourself, madam, can give it back, recover it and give it back, I'll be much thankful to you. அவங்க she want to be a show off lady, prideful lady. அவங்கள்ட்ட போய் உன் ஊரில் ஒரு திருடன் என் பொட்டியை திருடிட்டான்னு சொன்னது, அதுவும் போல பெரிய ஒரு மல்டிநேஷ்னல் கம்பெனியோட ஹெட் வந்து சொன்னது வந்து she got wild like anything. போட்டு போலீஸை போட்டு அலசி எடுத்து வாங்கிட்டாங்க. அந்த க்ரீன் கார்டு, அந்த சோ கால்ட் டாக்குமெண்ட்ஸ், எவ்ரிதிங் இஸ் ரிட்டர்ன்ட் பேக். அதுக்கு பிறகு she posted a South American and SP and she wanted a clearing operation for that. அது ஒரு கோம்பிங் ஆப்ரேஷன் போட்டு நிறைய பேரை தூக்கி அப்பப்போ இது மாதிரி ஒரு விஷயம் നടക്കും. രസകരമായ പല സംഭവങ്ങളും ഇവരുടെ ഈ തിരുട് ഗ്രാമവുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെയുള്ള ആളുകൾക്ക് പറയാനുണ്ട്. അവിടുത്തെ മാധ്യമപ്രവർത്തകനാണ് പഴയ ഒരു കഥ, ഒരു ഇൻസിഡന്റ് വിശദീകരിച്ചത്. ഇങ്ങനെ എന്തൊക്കെ കഥകൾ കേട്ടു അനന്തൻ, ഹരി? മധു, ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഈ ഷൺമുഖനാഥൻ അവിടുത്തെ ട്രിച്ചിയിലെ ഒരു മാധ്യമപ്രവർത്തകനാണ്, മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം ഈ രാംജി നഗറിനെ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരു ക്രൈം റിപ്പോർട്ടർ കൂടിയാണ്. അപ്പോൾ ഇതിനകത്ത് രസകരമായ ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കറുടെ ബാഗേജ് വരെ ഇവരെ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ട്രിച്ചിയിലെ കഥ. ഞങ്ങൾ ചെല്ലുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം ചെന്നൈയിൽ നിന്നൊരു സംഘം പോലീസ് ഈ ട്രിച്ചി രാംജി നഗറിലെ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി വന്നു. അതും രസകരമായ ഒരു കഥയാണ്. അന്ന് ഞങ്ങൾ ചെന്ന ദിവസത്തെ പത്രത്തിലെ വാർത്തയാണ് ട്രിച്ചി രാംജി നഗർ കൊള്ളക്കാർ പിടിയിൽ എന്ന് പറഞ്ഞിട്ട്.
വേണ്ടിയിട്ട്. അതായത് ഞങ്ങൾ ചെല്ലുന്നതിന് ഒരാഴ്ച മുമ്പ് ചെന്നൈയിൽ ഒരു റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥൻ്റെ ചെറുമകൻ്റെ കല്യാണമായിരുന്നു. ഒരാഴ്ച നീളുന്ന ആഘോഷം. ആ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് ആ വീട്ടുകാർ മനസ്സിലാക്കുന്നത് ആ വീട്ടിലുണ്ടായിരുന്ന 30 ലക്ഷത്തിൻ്റെ സ്വർണം കാണാനില്ല എന്നുള്ളത്. അപ്പോൾ കല്യാണം നടക്കട്ടെ എന്ന് അവർ തീരുമാനിച്ചു. കല്യാണം കഴിഞ്ഞു. അപ്പോൾ തന്നെ അവർ പോലീസിൽ പരാതിയും കൊടുത്തു. അപ്പോൾ പോലീസുകാർ വന്ന് ഈ വീട്ടിലെ CCTV മുഴുവൻ പരിശോധിച്ചു. എന്നിട്ട് നോക്കുമ്പോൾ എല്ലാം പരിചയക്കാരെ ബന്ധുക്കളെല്ലാമാണ്. അങ്ങനെ ഓരോരുത്തരെയും വിളിച്ച് ഓരോ ഷോട്ടിലും കണ്ട ഓരോ ആൾക്കാരുടെയും വിഷ്വൽ എടുത്ത് പരിശോധിച്ചപ്പം അതിനകത്ത് അവിടെയുള്ള ഈ പയ്യൻ്റെ അച്ഛനെ അമ്മയെക്കാട്ടിയൊക്കെ പരിചയത്തോടെ എല്ലാവരുമായിട്ടും സ്നേഹത്തോടെ പെരുമാറുന്ന 2 പേർ. ആ 2 പേരെ കുറിച്ച് ആർക്കും അറിയത്തില്ല. അത് ആരാന്ന് അറിയത്തില്ല. അവരുടെ ബന്ധുക്കളല്ല. നോക്കുമ്പം അവരുടെ CCTV വിഷ്വലൊക്കെ എടുത്ത് അവരെ കൂടുതൽ ഈ പോലീസിൻ്റെ ക്രൈം റെക്കോർഡ് പരിശോധിക്കുമ്പോൾ ട്രിച്ചി രാംജി നഗറിലെ കള്ളന്മാരാണ്. ഇതാണ് അവരുടെ ട്രിക്ക്. ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ അവിടെ ഏത് ഭാഷയാണോ അവിടുത്തെ ഭാഷ അത് സംസാരിക്കും, അവിടുത്തെ വസ്ത്രധാരണം നടത്തും, പിന്നീട് അവരുമായിട്ട് അങ്ങ് ഇഴുകി ചേർന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് നേരത്തെ ഹരി പറഞ്ഞത് ഒരാളെ പോലും അതായത് രക്തം വരുത്താതെയുള്ള മോഷണമാണ് ഇവരുടെ രീതി. 10 ലക്ഷത്തിൽ കുറഞ്ഞൊരു പണം അവർ അടിച്ചുകൊണ്ട് പോയില്ല. നമ്മളവിടെ ചെന്നപ്പോൾ നമ്മളവിടെ പിടിച്ചു നിർത്താനുള്ള ഒരു കാരണം കൂടി അതാണെന്നാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ തലേ ദിവസം വന്ന് അവിടുന്ന് ഒരാളെ അതാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് ഞങ്ങൾ പറഞ്ഞത്. കാരണം തലേദിവസം ചെന്നൈ പോലീസ് വന്നിട്ടുണ്ട്. ഒരു മാസം ഇന്ത്യയിലെ 4 സ്റ്റേറ്റിൽ നിന്നെങ്കിലും പോലീസുകാരോടെ വരും സ്ഥിരമായിട്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ചെല്ലുന്ന കൊത്തമംഗലം അവിടെയാണ് എല്ലാ പോലീസ് വണ്ടികളും വരിക. അതുകൊണ്ടാണ് കേരള രജിസ്ട്രേഷൻ ഇന്നോവ വന്ന് നിന്നപ്പോഴേ ഇവരൊക്കെ ഇറങ്ങി ഓടിക്കളഞ്ഞത്. പോലീസ് വരെയും ചെയ്യും. പല സ്റ്റേറ്റിലും എല്ലാ സ്റ്റേറ്റിലും. അപ്പോൾ തിരുവനന്തപുരത്തൊക്കെ അവർക്ക് നല്ല ഇവിടുത്തെ ലീഡിങ് അഡ്വക്കേറ്റ്സ് ആണ്. ഞങ്ങളുടെ അടുത്ത് പേരൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള അഡ്വക്കേറ്റ്സ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ബോംബെയിലുണ്ട്, ഡൽഹിയിലൊക്കെ ഉണ്ട്. അപ്പോൾ വിമാനത്തിലാണ് ഇവരുടെ ക്യാപ്റ്റൻ, അതായത് ഈ സംഘത്തിനൊരു നേതാവുണ്ട്. ആ ഒരു 30 പേരും അല്ലെങ്കിൽ 15 പേരൊക്കെ അടങ്ങുന്ന സംഘമായിട്ടാണ് മോഷണത്തിന് പോകുന്നത്. 6 മാസം നീളുന്ന യാത്രയാണ്. ആ സംഘാംഗങ്ങളെല്ലാം ട്രെയിനിൽ പോകും. ഇവരുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആൾ വിമാനത്തിലായിരിക്കും പോകുന്നത്. അവിടെ പോയി നല്ല റൂമൊക്കെ എടുത്ത് ഇവരെ ഓർഗനൈസ് ചെയ്ത് മോഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ വിമാനത്തിൽ തിരിച്ച് ട്രിച്ചിയിലേക്ക് വരും. ഇവർ പല വഴികൾ കൈമാറിയാണ് ഈ പണവും സ്വർണ്ണവും ഒക്കെ ഈ ട്രിച്ചിയിൽ എത്തിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇവർ സ്വർണ്ണമാണ് മോഷ്ടിക്കുന്നതെങ്കിൽ ഈ സ്വർണം മോഷ്ടിച്ച് പല കൈമറിഞ്ഞ് ട്രിച്ചിയിൽ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്കാണ് വരുന്നത്. കൊള്ള മുതൽ രാംജി നഗർ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോവുകയില്ല. ഈ 6 മാസം ഇവർ ഈ സ്വർണം സൂക്ഷിക്കുക. എന്തിനാണെന്നറിയോ? ഏതെങ്കിലും കാരണവശാൽ ആ സ്വർണം നഷ്ടപ്പെട്ട സ്ഥലത്ത് പോലീസ് അന്വേഷണവുമായി വന്നാൽ അവർ നേരെ വരുന്നത് ഈ രാംജി നഗറിലെ പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടെ വന്ന് കഴിയുമ്പം ഇങ്ങനെ ട്രിച്ചിയിലെ ഗ്യാങ്ങാണ് ഞങ്ങളുടെ സ്വർണം കൊണ്ടുപോയതെന്ന് പോലീസ് പറയും. ഏത് സ്റ്റേറ്റിൽ നിന്നാണെങ്കിൽ അവർ പറയും. അപ്പോൾ രാംജി നഗർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവരുടെ മധ്യസ്ഥരുമായി ബന്ധപ്പെടും. അപ്പോൾ ഇവർ ഒരു ഡിമാൻഡ് വെക്കും. അതായത് ഞങ്ങൾ 200 പവൻ സ്വർണം മോഷ്ടിച്ചെങ്കിൽ അതിലൊരു 150 പവൻ അല്ലെങ്കിൽ 100 പവൻ തിരിച്ചു തന്നേക്കാം, 2 പ്രതികളെയും തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് അത് ആ വരുന്ന സ്റ്റേറ്റിൽ നിന്നുള്ള പോലീസുകാർ അതും വാങ്ങി ആ പ്രതികളെ കൊണ്ട് പോകും. ബാക്കി വരുന്ന സ്വർണം ഇവർ വിറ്റിട്ട് അത് എല്ലാവർക്കും ഇതിനകത്ത് ഇടപെട്ട എല്ലാവർക്കുമുള്ള കൂലിയായിട്ട് കൊടുത്ത്. ആനന്ദിന് എനിക്കൊരു കൗതുകമുള്ളത്, ഈ പറയുന്ന സംഘത്തിൽ സ്ത്രീകളുണ്ടോ? അവരുടെ ഒരു റോൾ എങ്ങനെയാണ്? സ്ത്രീകളും കുട്ടികളും ഉണ്ട്. അതായത് നമ്മളിപ്പം ഈ വാർത്തകളുടെ ഇടയിൽ ഒരു ദൃശ്യം കാണിക്കുന്നുണ്ട്. കോട്ടയത്ത് നടന്ന ഒരു ഹാർഡ്വെയർ ഷോപ്പിന്റെ കൗണ്ടറിൽ നടന്ന മോഷണം. അത് ട്രിച്ചിക്കാണ് സൂട്ട് കേസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു കുട്ടിയാണ് ഈ സൂട്ട് കേസ് അടിക്കുന്നത്. അതായത് 3 പേര് കയറി വരുന്നു. അവർ ആ കൗണ്ടറിൽ ഇരുന്ന ആളോട് വേറെ എന്തൊക്കെയോ ശ്രദ്ധ അയാളുടെ മാറ്റുന്നു. ആ സമയത്താണ് ബാങ്കിൽ കൊണ്ടുപോകാനോ മറ്റോ സൂട്ട് കേസിൽ വെച്ചിരുന്ന പണമാണ്. അതൊരു കുട്ടിയാണ് അടിച്ചുകൊണ്ടത്. അപ്പോൾ ഇവരുടെ മുഴുവൻ ഈ ഗ്യാങ് ലീഡേഴ്സിന്റെയും കുറേ അധികം ഈ പിന്നെ അക്യൂസ്ഡിന്റെയും ഒക്കെ ഫോട്ടോ നമ്മൾ അവിടുന്ന് ശേഖരിച്ചു. അതിൽ സ്ത്രീകളൊക്കെ ഉണ്ട്. പിന്നീട് ഒരു രീതി ഈ രാംജി നഗർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടാതെ അതർ സ്റ്റേറ്റ് പോലീസ് നേരിട്ട് ഒരു ഓപ്പറേഷൻ ഈ ഗ്രാമത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അവരുടെ രീതി എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ അപ്പോഴേ പിൻവാങ്ങും, അവർ രക്ഷപ്പെടും. സ്ത്രീകൾ ഇറങ്ങി കൂട്ടത്തോടെ പോലീസിനെയും അതിനകത്ത് കയറുന്ന അപരിചിതരെയും തടയുന്നതാണ് അവരുടെ ഒരു രീതി. അത് പൊടുന്നനെയായിരിക്കും. പിന്നീട് ഈ അമ്പലം, നമ്മളിപ്പോൾ കാണുന്ന അമ്പലം, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലുമ്പം അതായത് ഓരോ മോഷണം നടത്തുമ്പോഴും അനുവാദം വാങ്ങിക്കും. അത് ഹരിയോടും ഞങ്ങൾ 2 പേരും കൂടെ അവിടെ പോയി. അതായത് അവിടെ നിന്ന് ഇവരൊരു മോഷണം പ്ലാൻ ചെയ്ത് ഒരു യാത്രയ്ക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു. ഈ മോഷണമൊക്കെ പ്ലാൻ ചെയ്യുന്നത് അനന്തൻ, ഹരി, മോഷണമൊക്കെ പ്ലാൻ ചെയ്യുന്നത് അത്ര പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ ക്ഷേത്രത്തിലിരുന്നാണ് അവർ എടുക്കാറ് എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പലയിടത്തും വായിച്ചിട്ടുണ്ട് ഈ മോഷണ കഥകളുമായൊക്കെ ബന്ധപ്പെട്ട്. അങ്ങനെ ക്ഷേത്രത്തിലിരുന്നാണോ, വട്ടം കൂടി ഇരുന്നാണോ ഇത് ആലോചിക്കുക, തീരുമാനിക്കുക? അപ്പം ഈ ക്ഷേത്രത്തിന്റെ നടത്തിപ്പുകാരുണ്ടാവില്ല, അവിടുത്തെ പൂജാരിയും അവരുടെ ക്ഷേത്രത്തിന് ഭാരവാഹിയും, അവർക്കൊക്കെ അറിയുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ ആലോചിക്കുന്നത്, തീരുമാനിക്കുന്നത് എന്നൊക്കെ? അതിനുവേണ്ടി ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, മോഷണമാണെങ്കിൽ പോലും അതിന് പ്രത്യേക പൂജ അങ്ങനെയൊക്കെ ഉണ്ടോ? കേൾക്കുന്നതൊക്കെ ശരിയാണോ? അവിടെ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം അവര് തമിഴ് വന്നേക്കുന്നത്. പക്ഷെ ഇത് മോഷണത്തിന് മാത്രമല്ല, അവർ എന്ത് ജോലിക്ക് പോയാലും അവിടെ പോയി അനുവാദം വാങ്ങുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഈ സിന്ദൂരം കൊടുക്കുകയാണെങ്കിൽ അനുമതി നൽകി എന്നാണ് അതിനർത്ഥം. ഭസ്മം വെള്ള കൊടുക്കുകയാണെങ്കിൽ പോകരുത് എന്നുള്ളതാണ്. മാത്രമല്ല ഈ അനുമതി കിട്ടി അവരെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും ഇവരുടെ ദുശകുനമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മുന്നിൽ കാണുന്നത്. അപ്പൊ തന്നെ ആ പദ്ധതി അവിടെ ഡ്രോപ്പ് ചെയ്യും. അങ്ങനെയാണ് അവരുടെ രീതി.
പിന്നെ വലിയ വിരുന്നൊക്കെ നടത്തിയിട്ടാണ് ഇവർ ഈ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോകുന്നതിന് മുൻപ് ഈ ആൾക്കാർ അവിടുത്തെ ഗ്രാമവാസികളൊക്കെ വിളിച്ചു കൂട്ടി വിരുന്നും വലിയ ആഘോഷമൊക്കെ നടത്തിയിട്ടാണ് ഇവരൊരു പ്ലാൻ ചെയ്തൊരു മോഷണത്തിന് പോകുന്നത്. അതായത് പല നേർച്ചകളും പിന്നെ ആ അമ്പലത്തിൽ ഞങ്ങളോട് അവിടെ ഉള്ളവർ പറഞ്ഞത് ഉത്സവത്തിന്റെ സമയത്ത് ഒരു മിനിമം 200 ആടുകളെങ്കിലും അവിടെ ബലി കൊടുക്കും എന്നുള്ളതാണ് ഒരു ഉത്സവത്തിന്റെ സമയത്ത്. അത്രയും മൃഗബലിയൊക്കെ നടക്കുന്ന ഒരു ക്ഷേത്രമാണത്. ശരിക്കും നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ തന്നെ അല്ലേ? അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നമുക്ക് കാണാം. അതിനുശേഷം മറ്റ് വിശേഷങ്ങളിലേക്ക്. சாமிகிட்ட கேட்பாங்க இந்த மாதிரி ஏதாவது போட்டு இது கூட பூ மாதிரி போட்டு கேட்பாங்க. சாமி வெள்ளை கொடுத்தா கிளம்பலாம் அல்லது சிவப்பு கொடுத்தா இது மாதிரி பொதுவாக மனநிறைவு இல்லாதப்போ தான் அதை அங்கே போவாங்க. மனநிறைவாக கிளம்பிட்டாங்கன்னா போயிடுவாங்க. ஏத்தாப்புல வரையில் நல்ல சகுனங்கள் போப்பாங்க. ഇങ്ങനെ വിശ്വാസവുമായൊക്കെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന മോഷണ കഥകളാണ്, മോഷണ പരമ്പരകളാണ് ഇവിടെ കാരാകാരങ്ങളായി നടക്കുന്നത്. അത് കൗതുകരമായ വിഷയമാണ്. ശരി, ഇത് എത്ര മിടുക്കന്മാരായ കള്ളന്മാരാണെങ്കിലും ഇടയ്ക്കൊന്നും പിടിക്കപ്പെടുമല്ലോ. ഉറപ്പായും പിടിക്കപ്പെടുമല്ലോ. നാട്ടുകാർ ആൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം പിടിച്ചു കഴിഞ്ഞാൽ കെട്ടിയിടും, ചിലപ്പോൾ ഇടിക്കും, അടിക്കും, അല്ലേ? അങ്ങനെയൊക്കെ പലതും നമ്മൾ അത്തരത്തിലുള്ള അവരുടെ ഒരു അനുഭവങ്ങൾ കൂടി എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. പോലീസ് പിടിക്കുകയൊക്കെ ചെയ്തിരിക്കാം. அது போலீஸ் பிடிக்கும், பப்ளிக் பிடிக்கும், அடிப்பாங்க. யார் யார் வந்தீங்க, எத்தனை பேர் வந்தீங்க அப்படின்னு கேட்பாங்க. கேட்டாலும் நான் மட்டும்தான் வந்தேன், யாரோ கூப்பிட்டு வந்தாங்க, எங்களுக்கு தெரியாது. ഒറ്റയ്ക്കാണോ അതോ ടീമായിട്ടാണോ? நாங்கள் ஒரு 3 பேர் 4 பேர் சேர்ந்து போவோம். അനന്തൻ ഒന്നും മറച്ചു വെക്കാതെ തുറന്ന് പറയാണ്. ചിലപ്പോൾ പിടിക്കും, നാട്ടുകാരെ പിടിക്കും, പോലീസുകാരെ പിടിക്കും, അടിക്കും, ഇടിക്കും. ഒരു മടിയില്ല. സാറിന് ഇടി കിട്ടിയാൽ പോലും പലരും പുറത്തു പറയാറില്ല. ഇവർ വളരെ കാര്യമായി പറയാണ്. കള്ളന്മാരാണെങ്കിലും വളരെ സത്യസന്ധമായി പറയാണ്. അടിയൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ വേറെ കാര്യമുണ്ട്, കൂട്ടത്തിലുള്ള ആളുകളെ ഒറ്റയില്ല, ഞാൻ മാത്രം ഒറ്റയ്ക്കാണ് വന്നതെന്നൊക്കെയാണ് പറയുക. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അവരുടെ അനുഭവങ്ങൾ അവർ പറഞ്ഞത്? അതിപ്പോൾ രതീഷിന് നമുക്ക് ഈ മോഷണം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ തുറന്നു പറയുന്നത്. അവരെ സംബന്ധിച്ച് അഭിമാനകരമായ അവരുടെ കുലത്തൊഴിലാണ്. അവർ പറയുന്നത് തിരുട്ട് ജോലി. അവർ തിരുട്ട് ജോലി എന്നല്ല അതിന് പറയുന്നത്, വല്ലടൈ എന്നാണ് പറയുന്നത്. അതാണ് അവരുടെ ജോലിക്ക് അവർ ഇട്ടിരിക്കുന്ന പേര്. വല്ലടൈ പണിക്ക് പോവുക എന്നുള്ള വാക്കാണ് ഈ രാംജി നഗർ ഗ്യാങ് ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ ഒരുപാട് ഗ്യാങ്ങുകൾ തമിഴ്നാട്ടിലുണ്ട്. ഇപ്പം വല്ലം ഗ്യാങ് ഒക്കെ ഉണ്ട്. അവരൊക്കെ കുറച്ചും കൂടെ അപകടകാരികളാണ്. ഇവരുടെ ഒരു രാംജി നഗർ ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ അവരേറ്റവും കൂടുതൽ പോകുന്നത് ഉത്തരേന്ത്യയിലേക്കാണ്. കേരളത്തിൽ വരും, കർണാടകയിലും വരും. പക്ഷെ അവർ പറഞ്ഞത് കേരളത്തിലും കർണാടകയിലും വരുന്നുണ്ടെങ്കിൽ അത് അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ. കാരണം കർണാടക പോലീസും കേരള പോലീസും പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് അന്വേഷണമായിട്ട് വരും. വടക്കേന്ത്യയിലൊക്കെയാണ് ഒറീസ, ബീഹാർ, അതുപോലെ തന്നെ ഡൽഹി, മുംബൈ ഒക്കെയാണ് അവരുടെ മെയിൻ സെന്ററുകൾ. 10 ലക്ഷത്തിൽ കുറഞ്ഞൊരു വസ്തുവും അടിച്ചുകൊണ്ട് പോരില്ല. പിന്നെ ഇപ്പോൾ ഈ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഗ്യാങ്ങായിട്ട് പോയി ഒരാളെ പിടിച്ച് നാട്ടുകാർ പിടിച്ച് ഇടിക്കുകയോ പോലീസ് പിടിച്ച് ഇടിക്കുകയോ ചെയ്താലും ഒരു കാരണവശാലും ഒറ്റില്ല. ഈ ചന്ദ്രശേഖരന്റെ വേറൊരു കഥ കൂടിയാണ്. അതായത് ചന്ദ്രശേഖർ മോഷണം നടത്തി, ആദ്യമായി പോയി മോഷണം നടത്തി, അതിനുശേഷം ഒരു ഓട്ടോറിക്ഷ വാങ്ങി. അദ്ദേഹം പറഞ്ഞതാ, ഓട്ടോറിക്ഷ വാങ്ങിയതിന് ശേഷം അത് ഓടിക്കൊണ്ടിരുന്നു. അപ്പോൾ പുള്ളി പിന്നീട് പറഞ്ഞു, പുള്ളിൻ്റെ ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഗുരുന്ന് ആശാൻ എന്നൊക്കെയാണ് അവർ പറയുന്നത്, അവരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇനി വരുന്നില്ല, ഈ തൊഴിലിന് പോകുന്നില്ല, ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കാം. അപ്പോൾ ഈ ആശാൻ തിരിച്ചു പറഞ്ഞു, അത്രേ, എന്തിനടാ നീ ഈ തൊഴിൽ നിർത്തണത്? നിനക്ക് നല്ല രാശിയുള്ളവനാണ്, നീ കൂടെ വരികയാണെങ്കിൽ പണം കിട്ടും, പിന്നെ പോലീസ് പിടിച്ചിട്ടില്ല, നാട്ടുകാർ പിടിച്ചിട്ടില്ല, ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, പിന്നെ എന്തിനാണ് നീ ഈ തൊഴിൽ നിർത്തണത്? നീ രാശിയുള്ളവനാണ്, നീ കൂടെ വന്നാൽ പണം കിട്ടും എന്ന് കരുതി വീണ്ടും ആ ഓട്ടോറിക്ഷ വാടകയ്ക്ക് കൊടുത്തിട്ട് ചന്ദ്രശേഖരൻ വീണ്ടും തൊഴിലിന് പോയി. അതിൽ വേറൊരു തമാശ ഉള്ളത് ചന്ദ്രശേഖരൻ എന്നുള്ളതാണ്. അതായത് ഈ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു 200 പവൻ മോഷ്ടിക്കുകയാണെങ്കിൽ ഒരു 150 പവൻ വേണമെങ്കിൽ ഇങ്ങനെ ഇവർ വീതം വെക്കുന്നത് സംബന്ധിച്ചുള്ള ഇവരെങ്ങനെയാണ് ഇത് വീതം വെക്കുന്നത്? ഈ സമ്പത്ത് ആരാണ്? ക്യാപ്റ്റൻ ഉണ്ട് എന്ന് പറഞ്ഞു, ക്യാപ്റ്റന് കൂടുതൽ ആണോ അതോ എല്ലാവരും ഒരുപോലെയാണോ? എങ്ങനെയാണ് ഇവരുടെ ഈ വീതം വെപ്പ് രീതി? അത് നമുക്ക് കേൾക്കാം. ആ പ്രതികരണം കേട്ടതിന് ശേഷം പോകാം. അനന്തൻ, എങ്ങനെയാണത്? അത് ഇപ്പം ഈ ഒരു ഇവരുടെ പഴയ രീതി എന്ന് പറയുന്നത്, ഇവർ ഒരുമിച്ച് ഒരു ഗ്രാമം മുഴുവൻ തീരുമാനിച്ച് മോഷണത്തിന് പോയി അത് തുല്യമായി വീതം വെക്കുന്ന രീതിയാണ്. ഏതൊരു സമൂഹത്തിനും ഉണ്ടാകുന്ന അപജയം പോലെ ഈ തിരുട്ട് ഗ്രാമങ്ങൾക്കും വലിയ അപജയം സംഭവിക്കുന്നു എന്നാണ് നേരത്തെ നമ്മൾ കണ്ട ഷൺമുഖനാഥനെ പോലുള്ള മാധ്യമപ്രവർത്തകർ പറയുന്നത്. കാരണം ഇപ്പോൾ ഇത് ഓരോ ഗ്രൂപ്പുകൾക്കും ഒരു ലീഡർ, ഗ്യാങ് ലീഡർ എന്ന രീതിയിലേക്ക് മാറുന്നു. അപ്പോൾ ഗ്യാങ് ലീഡർക്ക് കൂടുതൽ പണം, അയാളൊരു മുതലാളിയെ പോലെ പെരുമാറുന്നു, അയാളുടെ കീഴിലുള്ള തൊഴിലാളികളായിട്ട് ഈ ബാക്കിയുള്ളവർ മാറുന്നു. അത് അയാൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു അടിമപ്പണി ചെയ്യുന്നത് പോലെയൊക്കെയുള്ള ഫീൽ അവിടെ വന്നിട്ടുണ്ട്.
വരുന്നുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള തർക്കങ്ങളൊക്കെ തിരുട്ട് ഗ്രാമത്തിൽ രാംജി നഗറിലൊക്കെ ഉടലെടുക്കുന്നുണ്ട് എന്നാണ് ഷൺമുഖനാഥൻ പറഞ്ഞത്. മാത്രമല്ല ഇപ്പം ഇവർക്ക് വലിയ തിരിച്ചടി CCTV ആണ്. CCTV വന്നതിന് ശേഷം ഇവർ എവിടെ പോയാലും പെട്ടെന്ന് തന്നെ പോലീസ് ഇവരുടെ പുറകെ വരുന്നു. ഇവരുടെ എല്ലാം ഡേറ്റാബേസ് രാംജി നഗർ പോലീസ് ഇപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബാങ്ക് ട്രാൻസാക്ഷൻ, ഇപ്പൊ ഈ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒക്കെ നേരത്തെ ഇവർ ഒരു സ്ഥലത്ത് പോയി മോഷണം നടത്തി കഴിഞ്ഞാൽ അവർ ഉടനെ അത് മണി ഓർഡർ ആയിട്ടാണ് നാട്ടിലേക്ക് അയക്കുന്നത്. കൈ പൈസ അപ്പോഴേ ഒഴിവാക്കും. മോഷ്ടിക്കുന്ന പണം ഏതെങ്കിലും അടുത്ത പോസ്റ്റ് ഓഫീസിൽ പോയി ഇത് മണി ഓർഡർ ആയിട്ട് ട്രിച്ചിലൊക്കെ അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർ ഫ്രീ ആയി. അപ്പം ഇപ്പം കുറേയൊക്കെ മാറ്റങ്ങൾ. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച കണ്ണാടി വെച്ച ഒരു അമർനാഥ് എന്നൊരു ബൈറ്റ് തന്ന ഒരാളുണ്ടല്ലോ, അപ്പോൾ അദ്ദേഹമാണ് ഈ രാംജി നഗർ ഗ്രാമത്തിന്റെ ഗ്രാമമുഖ്യൻ. അപ്പോൾ അവിടെ എന്തെങ്കിലും കേസൊക്കെ ഉണ്ടായ പോലീസ് ചർച്ചയ്ക്ക് വിളിക്കുന്ന അദ്ദേഹത്തെയാണ്. അപ്പോൾ അവരെ പോലുള്ള ആൾക്കാർ ഈ പ്രൊഫഷനിൽ നിന്ന് ഈ ഗ്രാമം മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ വലിയൊരു വിഭാഗം അത് മാറണ്ട എന്നുള്ള തർക്കം. നവീകരണം, അതായത് ഇത്തരം സമൂഹങ്ങളിലൊക്കെ അങ്ങനെ നവീകരണത്തിലുള്ള ശ്രമം എന്തായാലും അതിനുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകും എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. മാത്രമല്ല ഈ പുതിയ തലമുറ അവർ ചിന്തിക്കുന്നത് എങ്ങനെയാണ് എന്നത് കൂടി നമുക്ക് ഒന്ന് അറിയണമല്ലോ. കാരണം അവർ ഈ തൊഴിലേക്ക് വരാൻ താല്പര്യം, തൊഴിൽ അവരുടെ വിശ്വാസമാണല്ലോ, അതിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നുണ്ടോ അതോ ഇത് തെറ്റായ ഒന്നാണ് എന്ന് മനസ്സിലാക്കി പിന്തിരിയുകയാണോ അല്ലേ? അതെ, അത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ കൂടി നമുക്ക് കാണാം. இப்போ இந்த CCTV அப்புறம் ஆன்லைன் பரிவர்த்தனை இதெல்லாம் அதிகமாக வந்த பிறகு அவங்களும் தங்களுடைய இந்த தொழிலை விட்டுட்டு போலீஸுடைய டார்ச்சர் ரொம்ப அதிகமாகுது அப்படிங்கிற சூழ்நிலையில் தொழிலை விட்டு மாறிட்டாங்க. எஸ்பி கலியமூர்த்தி சார் இருக்கும்போது அவங்களுக்கெல்லாம் நான் வந்து இந்த மாதிரி வேலைக்கு போகாதீங்க, உங்களுக்கு நான் லோன் தரேன், நல்லபடியாக மான மரியாதையோட பிழைக்கிறதுக்கு வழியை பாருங்கள், ஜெயில் வாழ்க்கை ஜெயில் பெயில்னு இப்படியே அலையாதீங்க அப்படிங்கிற மாதிரிலாம் எவ்வளோ முயற்சிகள் எடுத்தார். அவர் வாங்கி இவங்களுக்கு வந்து தொழில் செய்யுங்கன்னு சொல்லி கடன்லாம் வாங்கி கொடுத்தாரு. ஓடுறது, ஒடியாடுறது, தூக்கிட்டு ஓடுறது, கத்தியை காட்டி மிரட்டுறது எதுவுமே கிடையாது. சட்டங்களும் என்ன சொல்லுதுன்னா, கத்தியால் ஒருத்தரை ஒரு சின்னதாக காயப்படுத்தி பணத்தை பிடுங்கினா அதுக்கு தண்டனை உண்டு. ஆனால் இந்த மாதிரி யாரையும் காயப்படுத்தாமல் இந்த பணத்தை மட்டும் கைப்பற்றி கொண்டு போகிறதுக்கு தண்டனை குறைவாக இருக்குது. அப்படிப்பட்ட சட்டங்களில் இருக்கக்கூடிய ஓட்டைகளை இவங்க பயன்படுத்திக்கிறாங்க. ஆளை ஒருத்தரை இப்போ காட்டணும், இவன் தான் இந்த இடத்துல நிற்கிறான், இவன் கிட்ட பணம் இருக்குன்னு சொன்னால் இங்கே இருக்கிறவன் தன்னை பார்க்குற ஆள்கிட்ட இந்த மாதிரி இப்படி கையை காட்டுவான். இந்த முழங்கை தான் அவங்களுடைய பாயிண்டிங் ஃபிங்கர். അനന്ത, ഇവരുടെ ഇഷ്ട ലൊക്കേഷൻ എവിടെയാണ്? ഇപ്പോൾ പ്രത്യേകമായി കേരളത്തിൽ വരാറുണ്ട്, കർണാടകത്തിൽ വരാറുണ്ട് എന്നൊക്കെ പറയുന്നു, ഉത്തരേന്ത്യയിലൊക്കെ പോകുന്നു. ഇവരെങ്ങനെയാണ് ഈ വീടുകളെയൊക്കെ തിരഞ്ഞെടുക്കുക? അതോ സ്ഥാപനങ്ങളാണോ? എങ്ങനെയാണ് അവരുടെ? ഒരുപാട് പണമുള്ളവരെയാണോ അതോ പാവങ്ങളുടെ പണം മോഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? നേരത്തെ ഇവർ പറഞ്ഞതുപോലെ ഈ പുതിയ തലമുറ എങ്ങനെയാണ് ഈ കാര്യങ്ങളെ കാണുന്നത്? ഇതൊക്കെ ഒരു കൗതുകമുള്ള കാര്യങ്ങളാണല്ലോ. രാംജി നഗർ ഗ്യാങ് പാവപ്പെട്ടവരെ കൊള്ളയടിക്കാറില്ലെന്നാണ് അവർ അവകാശപ്പെടുന്നത്. മാത്രമല്ല വലിയ സമ്പത്തുള്ളവരെയും പ്രത്യേകിച്ച് അവരുടെ ഒരു മെയിൻ പരിപാടി ബാങ്കുകൾ ലൊക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള കൊള്ളയാണ്. അതായത് ഒരു ബാങ്കിന്റെ കൗണ്ടറിൽ ഒരു 10 പേര് ബാങ്കിലേക്ക് അങ്ങ് കയറും. ബാങ്കിലേക്ക് കയറി അതിന്റെ കൗണ്ടർ നിരീക്ഷിക്കും. ആ കൗണ്ടറിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം വിഡ്രോ ചെയ്ത് പോകുന്ന ആളെ കേന്ദ്രീകരിച്ചായിരിക്കും അവരുടെ മോഷണം. മറ്റൊന്ന്, ഇതുപോലെ വലിയ കല്യാണമൊക്കെ, ആർഭാട കല്യാണമൊക്കെ നടക്കുന്ന, വലിയ ധനികരുടെയൊക്കെ കല്യാണം നടക്കുന്ന വീടുകളിൽ അവിടുത്തെ ആൾക്കാരായിട്ട് വേഷം മാറി കയറി അവിടെ നിന്ന് അങ്ങനെയാണ് മോഷണം. അതുപോലെ ഇപ്പോൾ ഷൺമുഖനാഥൻ പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് ഒരു സ്ഥലത്ത് 10-15 പേര് വരുമ്പം ഇവർ ഒരുമിച്ച് മോഷണത്തിന് കയറുമ്പം ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ എങ്ങനെയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഒരാളെ ചൂണ്ടിക്കാണിക്കണമെങ്കിൽ ചൂണ്ടുവിരൽ ഉപയോഗിക്കില്ല, പകരം ഈ കൈ ഇങ്ങനെ വെക്കും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ കൈയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അയാളാണ് ടാർഗറ്റ്. അതൊരു സിമ്പിൾ. പിന്നെ ആ ടാർഗറ്റ് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇത് കാണിക്കുന്നത് ഈ മൂക്ക് ഇങ്ങനെ ചൊറിഞ്ഞ് കാണിക്കും. ഇങ്ങനെ മൂക്ക് ചൊറിഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞാൽ അതിന്റെ അർത്ഥം ടാർഗറ്റ് മൂവ് ചെയ്തു എന്നുള്ള അങ്ങനത്തെ കോഡാണ് പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇവരുമായിട്ട് നമ്മൾ ഒരുപാട് സംസാരിച്ചു. ഒരുപാട് ഇതല്ലാതെ നമുക്ക് ഈ ക്യാമറ കിട്ടാത്ത രീതിയിൽ നമ്മൾ അവരുമായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒളിച്ചും പാത്തൊന്നും അല്ല അവിടെ പോയത്. അവിടെ പോയിട്ട് നിങ്ങളെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്യണമെന്നും മീഡിയ ആണെന്നും മാതൃഭൂമിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് അവർക്ക് കുറച്ചുകൂടെ വിശ്വാസമായത്. അവർക്ക് ആകെ ഒരു പ്രശ്നമുള്ളത് കേരള പോലീസ് ആണോ എന്നുള്ളതായിരുന്നു അവരുടെ സംശയം. അതല്ല, എന്നിട്ടും സംശയം. ഞങ്ങളുടെ ID കാർഡ് കാണിച്ചപ്പം പറഞ്ഞു ID കാർഡ് ഒന്നും പറയാം, വിസിറ്റിംഗ് കാർഡ് വേണമെന്ന് പറഞ്ഞു. വിസിറ്റിംഗ് കാർഡ് ഞാൻ കഷ്ടകാലത്തിന് എടുത്തതുമില്ല. അപ്പം വേറൊരു പ്രശ്നം, അക്രഡിറ്റേഷൻ കാർഡാണ്, അത് ഗവൺമെന്റ് ഓഫ് കേരള എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ ഇവര് കേരള പോലീസ് ഒരുപാട് ആത്മാർത്ഥത കാണിച്ച് ഇടി മേടിക്കാനുള്ള പരിപാടിയായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും വലിയ പരിക്കില്ലാതെ രണ്ടുപേരും ഇതൊക്കെ കണ്ട് ആവേശം മൂത്ത ആരും ഈ വഴിയെ പോകരുത്. ഇത് കേരളത്തിൽ പലയിടത്ത് നടന്ന മോഷണങ്ങളുടെ പശ്ചാത്തലത്തിൽ നടത്തിയ ഒരു അന്വേഷണം മാത്രമാണ്. ചില ഇടങ്ങളിൽ ഇങ്ങനെ വിശ്വാസം നല്ലതാണ് എന്ന് പറഞ്ഞ് ചെയ്യുന്ന സമൂഹമുണ്ട് എന്നുകൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കൽ മാത്രമാണ് ഈ പരമ്പരയുടെ ഉദ്ദേശം. അല്ലാതെ ഇത് കണ്ട് ആവേശം മൂത്ത് കണ്ടു കളയാം എന്ന് ഏർപ്പെട്ട് കളയാം എന്ന് പോലും വിചാരിക്കരുത് എന്നാണ്. ശരി, എന്തായാലും രണ്ടുപേരുടെയും യാത്രയുടെ വിവരങ്ങൾ, തിരുട്ട് ഗ്രാമം സംബന്ധിച്ചുള്ള കൗതുകങ്ങളൊക്കെയാണ് നമ്മൾ കുറച്ചു നേരം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സമയത്ത് നമ്മൾ പങ്കുവെച്ചത്.